ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ശലോം പ്രേക്ഷകരെ, ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ പ്രഖ്യാപിച്ച കാരുണ്യവർഷം അവസാനിച്ചു, നമുക്കതറിയാം. എന്നാൽ കർത്താവിൻ്റെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. കരുണയുടെ മഹാജൂബിലി വർഷത്തിലൂടെ നമ്മൾ കടന്നുപോയി. നമ്മൾ ഒത്തിരി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കരുണയുടെ പ്രവർത്തികളെല്ലാം നമ്മൾ ചെയ്തു, ഒത്തിരി ദണ്ഡവിമോചനങ്ങളെല്ലാം നമ്മൾ അതുവഴി നേടിയെടുത്തു. സ്നേഹമുള്ളവരെ, ഈ കരുണയുടെ ഈ വർഷത്തിലൂടെ കടന്നുപോയിട്ടും കരുണയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടും ഇപ്പോഴും അനേകം മക്കൾ പാപഭാരവും കുറ്റബോധവും നിരാശയും മനസാക്ഷിക്കുത്തമായിട്ട് കഴിയുന്നത് കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട്. കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് ലോകം മുഴുവനും അറിയിക്കാൻ ദൈവം ഈ കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്ത ഒരു പ്രേക്ഷിതയാണ് വിശുദ്ധ ഫൗസ്റ്റീന. കരുണയുടെ പ്രേക്ഷിത എന്നാണ് അറിയപ്പെടുന്നത്. കരുണയുടെ മഹാജൂബിലി വർഷം അവസാനിച്ചുവെങ്കിലും കർത്താവിൻ്റെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 22-ാമത്തെ വചനമാണ്. കർത്താവിൻ്റെ കാരുണ്യം അവസാനിക്കുന്നില്ല, അത് അനന്തമാണത്, അത് ശാശ്വതമാണത്. നമ്മുടെ ദൈവം കാരുണ്യത്തിൽ ആനന്ദിക്കുന്ന ദൈവമാണ്. 136-ാം സങ്കീർത്തനത്തിൽ 26 വചനങ്ങളുണ്ട്. ഈ 26 വചനങ്ങളും ആവർത്തിച്ചാവർത്തിച്ച് നമ്മോട് പറയുന്ന ഒരേ ഒരു കാര്യം, കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. ആ 136-ാം സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് തന്നെ കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണെന്നാണ്. 136-ാം സങ്കീർത്തനം അറിയപ്പെടുന്നത് കരുണയുടെ സങ്കീർത്തനമായിട്ടാണ്. ദൈവം നമ്മോട് കരുണ കാണിക്കാനായിട്ട് എന്നും തയ്യാറാണ്. നമ്മളൊന്ന് അനുതപിക്കണം, തമ്പുരാനിലേക്കൊന്ന് തിരിച്ചു വരണം. നമുക്കറിയാം, ബൈബിളിൽ പുതിയ നിയമത്തിലും പഴയ നിയമഭാഗത്തിലും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അന്തസ്സത്ത് തന്നെ ദൈവത്തിൻ്റെ സ്നേഹവുമുള്ള കരുണയാണ്. കരുണ നമ്മളൊരു പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കായേൻ ആബേലിനെ കൊല്ലുന്നുണ്ട്, ജ്യേഷ്ഠൻ അനുജനെ വധിക്കുന്നുണ്ട്, നിർദ്ദയമായിട്ടാണ് വധിക്കുന്നത്. യാതൊരു കരുണയും കാണിച്ചിട്ടില്ല ഈ ചേട്ടൻ അനുജനോട്. പക്ഷേ ദൈവം കായേനോട് കരുണ കാണിക്കുന്നുണ്ട്. അന്നൊരു നിയമമുണ്ട് നിലവിൽ, കൊല്ലുന്നവരെ മറ്റുള്ളവർക്ക് കൊല്ലാം. പക്ഷേ മറ്റുള്ളവർ കായേനെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കായേൻ്റെ മേൽ ഒരു അടയാളമിടുന്നു, ഒരു മുദ്രയിടുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായം 15-ാമത്തെ വചനമാണ്. അത് കരുണയുടെ മുദ്രയാണിത്. കായൻ അശേഷം കരുണ ആബേലിനോട് കാണിച്ചില്ല, എന്നാൽ ദൈവം കായേനോട് കരുണ കാണിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണയാണ് അവിടെ നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യം അനന്തമാണ്. ആദ്യ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് ദൈവത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ അവരെ നിഷ്കരണം ഈ ഭൂമിയിൽ നിന്നും ഉന്മൂലനം ചെയ്യാമായിരുന്നു. പക്ഷെ ദൈവം അത് ചെയ്യുന്നില്ല. ദൈവം അത് ചെയ്യുന്നില്ല. അവർക്ക് പകരം പുതിയൊരു സൃഷ്ടികർമ്മം വേണമെങ്കിൽ ദൈവത്തിന് നടത്താമായിരുന്നു. അതിന് പകരം എന്ത് ചെയ്തു? ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചു. തൻ്റെ ഏകജാതനെ പോലും നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണയാണിത്. ദൈവത്തിൻ്റെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശുമരണവും ദൈവത്തിൻ്റെ കരുണയുടെ പ്രകടനങ്ങളായിരുന്നു. അത് ദൈവം അത്രമാത്രം ലോകത്തോട് കരുണ കാണിക്കുന്നു. വിശുദ്ധ ഫൗസ്റ്റീനോട് പറഞ്ഞല്ലോ, ഞാൻ ലോകത്തോട് കരുണ കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് ലോകം ഇപ്പോഴും നിലനിൽക്കുന്നത്. കരുണയുടെ കരം പിൻവലിച്ചാൽ നമുക്ക് അവസ്ഥ അറിയാം പ്രിയമുള്ളവരെ. ദൈവം കാരുണ്യത്തിൽ ആനന്ദിക്കുന്ന ദൈവമാണ്. ദൈവം ശിക്ഷിക്കുന്ന ദൈവമല്ല, കോപിക്കുന്ന ദൈവമല്ല, പ്രതികാരം ചെയ്യുന്ന ദൈവമല്ല, സംഹാരമൂർത്തിയായൊരു ദൈവമല്ല. ഈ അടുത്ത കാലത്ത് ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു.
ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ വഴികളിലൂടെയും പാപവഴികളിലൂടെയും എല്ലാം മുന്നേറി പാപഭാരവും കുറ്റബോധവുമായി കഴിയുന്ന ഒരു മകൻ. ആ മകൻ്റെ മുമ്പിൽ ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ, ആത്മഹത്യ. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും അറിയാത്ത മക്കളാണ് ഇപ്പോഴും പാപഭാരവും കുറ്റബോധവും നിരാശയും മനസാക്ഷി കുത്തുമായിട്ട് കഴിയുന്നത്. ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നവർ. എന്തിന്? ദൈവം നമ്മളോട് കരുണ കാണിക്കാൻ തയ്യാറാണ്. യോനാ പ്രവാചകൻ നിനവേ നിവാസികളോട് പോയി പ്രസംഗിച്ചപ്പോൾ, യോനയുടെ പ്രസംഗം കേട്ട് അവർ അനുദപിക്കാൻ തയ്യാറായപ്പോൾ ദൈവം അവിടെ ശിക്ഷ പിൻവലിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നതാണ് പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ഈശോ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ദൈവം കരുണാമയനാണെന്നാണ് ഈശോ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മോട് കരുണ കാണിക്കാൻ തയ്യാറുള്ളൊരു പിതാവ്. ലൂക്ക 6:36 നമ്മുടെ പിതാവായ ദൈവത്തെ ഈശോ കരുണയുള്ള ഒരു പിതാവായിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. നമ്മുടെ ദൈവം കരുണയുള്ള പിതാവാണത്. സ്നേഹമുള്ളവരെ, ഈ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പല ഉപമകളിലൂടെയും ഈശോ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പല ഉപമകളിലൂടെ. ധൂർത്തപുത്രൻ്റെ ഉപമ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള ഉപമയാണത്. ഞാനതിന് കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സ്നേഹത്തിൽ ധൂർത്തനായ ഒരു പിതാവിനെയാണ് ഉപമയിൽ ഈശോ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. എല്ലാ സ്വത്തും വാങ്ങി, പിതാവിൽ നിന്ന് സ്വത്തും വാങ്ങി ധൂർത്തടിച്ച് ജീവിച്ച് എല്ലാം നഷ്ടപ്പെടുത്തി ഇതാ തിരിച്ചു വരുമ്പോൾ, ഒന്നുമില്ലാതെ തിരിച്ചു വരുമ്പോൾ, നിസ്സഹായനായി പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ മകനെ, ഇളയ മകനെ വാരി പുണരുന്ന സ്നേഹത്തിൽ ധൂർത്തനായ ഒരു പിതാവിനെയാണ് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. ആ മകൻ്റെ തിരിച്ചുവരവ് ഒരാഘോഷമാക്കി മാറ്റുകയാണ്. ഇതാ വസ്ത്രം നൽകുന്നു, ചെരുപ്പ് നൽകുന്നു, മോതിരം അണിയിക്കുന്നു, വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുന്നു. പിതാവ് ആ മകൻ്റെ തിരിച്ചുവരവിൽ സന്തോഷിക്കുന്നു, കരുണ കാണിക്കുന്നു. അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകുകയാണ് അവിടെ. അതുപോലെ 100 ആടുകളിൽ 1 നഷ്ടപ്പെട്ടപ്പോൾ ആ നഷ്ടപ്പെട്ട ഒന്നിനെ തോളിലേറ്റുന്ന പിതാവ് 99 നടത്തിക്കൊണ്ടു പോയപ്പോൾ നഷ്ടപ്പെട്ട ഒന്നിനെ തോളിലേറ്റി ഇതാ കടന്നു പോകുന്ന ആ നല്ല ഇടയനായ പിതാവിനെയാണ് ഈശോ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണ അനന്തമാണ്, ശാശ്വതമാണ്. ഒരിക്കലും നമ്മൾ കുറ്റബോധത്തിലും നിരാശയിലും കഴിയരുത്. ദൈവം നമ്മളോട് അങ്ങേയറ്റം കരുണ കാണിക്കാൻ തയ്യാറാണ്. ദൈവം കരുണ കാണിക്കുന്നതുകൊണ്ടാണല്ലോ ഈ കരുണയുടെ വർഷം തന്നെ പ്രഖ്യാപിച്ചത്. ലോകം മുഴുവനുള്ള എല്ലാ മക്കളും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന പിതാവായ ദൈവമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ കരുണയുടെ വർഷം പ്രഖ്യാപിച്ചത്. സ്നേഹമുള്ളവരെ, ഈ കരുണയുടെ വർഷം വളരെ പ്രധാനപ്പെട്ട വർഷമായിരുന്നു. നമുക്കറിയാം, ദൈവം വിശുദ്ധ ഫൗസ്റ്റീനോട് പറഞ്ഞു, ഈശോ വിശുദ്ധ ഫൗസ്റ്റീനോട് പറഞ്ഞു, നീതിമാനായ വിധിയാളനായി ഞാൻ വരുന്നതിന് മുമ്പ് കരുണയുടെ കവാടം ഞാൻ തുറന്നിടുമെന്ന്. കരുണയുടെ കവാടത്തിലൂടെ കടക്കാൻ വിസമ്മതിക്കുന്നവർ നീതിയുടെ കവാടത്തിലൂടെ കടക്കേണ്ടി വരും. നമ്മുടെ എല്ലാം പ്രത്യാശയാണ് ഈ കരുണയുടെ കവാടം. ജീവിച്ചിരിക്കുമ്പോൾ അനുദപിക്കാനും പാപം ഏറ്റുപറയാനെല്ലാം ദൈവം നമുക്ക് അവസരമൊരുക്കുമ്പോൾ ഇനി നമ്മൾ കുറ്റബോധത്തിൽ കഴിയരുതേ. ദൈവത്തിൻ്റെ കരുണയും സ്നേഹം അറിയാത്തതുകൊണ്ടാണ് നമ്മളിപ്പോഴും കുറ്റബോധത്തിൽ കഴിയുന്നത്. അങ്ങനെ ഒത്തിരി ഉപമകളിലൂടെ പിതാവിൻ്റെ കരുണ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈശോ ഇതുപോലെ കരുണയുടെ ഒത്തിരി ഉപമകളിലൂടെ പറയുന്നതോടൊപ്പം ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നുണ്ട്. ഈശോ പറയുന്നുണ്ടല്ലോ, ആ പാപിനിയായ സ്ത്രീയെ കല്ലെറിയാനായിട്ട് യഹൂദർ അവിടെ കൊണ്ടുവന്നപ്പോൾ, നിയമജ്ഞരെല്ലാവരും കൊണ്ടുവന്നപ്പോൾ, നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ. അങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ. അവരുടെ കയ്യിലിരുന്ന കല്ലെല്ലാം താണു വീണു. ആരും കല്ലെറിഞ്ഞില്ല. എല്ലാവരും പാപികളാണ്. ഒരുവൻ പോലും നീതിമാനായിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഒരുവൻ പോലും നീതിമാനായിട്ടില്ല. എല്ലാവരും പാപികളാണ്. അപ്പോൾ ആ മകളോട് ചോദിക്കുന്നുണ്ട് ഈശോ, അവരാരും നിന്നെ കല്ലെറിഞ്ഞില്ലേ? ഈശോ പറയുന്നുണ്ട്, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഞാനാണ് യഥാർത്ഥത്തിൽ വിധിക്കാൻ അധികാരമുള്ള ആൾ. ഞാൻ നിന്നെ വിധിക്കുന്നില്ല. സമാധാനത്തിൽ പൊയ്ക്കൊള്ളുക. മേലിൽ പാപം ചെയ്യരുത്.
ഇവിടെ കർത്താവിൻ്റെ കരുണയും നീതിയും ഒരുമിച്ച് കാണുന്ന ഒരു ഉപമയാണിത്. ഞാനും നിന്നെ വിധിക്കുന്നില്ല, അത് ദൈവത്തിൻ്റെ കരുണയാണ്. സമാധാനത്തിൽ പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്, അതാണ് ദൈവത്തിൻ്റെ നീതി. സ്നേഹമുള്ളവരെ, അതുപോലെ സെൻ്റ് അഗസ്റ്റിൻ്റെ ജീവിതമൊക്കെ നമുക്കറിയാം. പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ കഴിഞ്ഞൊരു വ്യക്തിയാണ് സെൻ്റ് അഗസ്റ്റിൻ. ലോകത്തിൻ്റെതായിട്ടുള്ള ആ വിശാലമായ വഴികളിലൂടെയൊക്കെ ഒത്തിരി മുന്നേറി, ഒത്തിരി പാപം ചെയ്ത് അവിഹിതമായിട്ട് ഒരു കുഞ്ഞു പോലും സെൻ്റ് അഗസ്റ്റിന് ജനിച്ചിട്ടുണ്ട് നമുക്കറിയാം. എന്നാൽ അഗസ്റ്റിനോസ് പുണ്യവാൻ യേശുവിലേക്ക് തിരിഞ്ഞപ്പോൾ, ഈശോയുടെ സ്നേഹം കൊണ്ട് നിറഞ്ഞപ്പോൾ ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി. ഈശോ ഏറ്റവും സ്നേഹത്തോടെ തന്നോട് അടുപ്പിക്കുകയാണ് ചെയ്തത്. ആ മകൻ്റെ നിരവധിയായ പാപങ്ങളെല്ലാം ഈശോ ക്ഷമിച്ചു. ഈശോ പൊറുത്തു. അഗസ്റ്റിനെ വിശുദ്ധീകരിച്ചു. ഒരു വിശുദ്ധനാക്കിയത് അത് ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവത്തിൻ്റെ കരുണ ഈശോയിലൂടെ വെളിപ്പെടുന്ന ഒരു സംഭവമാണ് അഗസ്റ്റിൻ്റെ സംഭവം. അതുപോലെ 38 വർഷം തളർവാദം ബാധിച്ചു കിടന്ന രോഗി, ബെത്സയിദ കൊലക്കര, സംഭവമൊക്കെ നമുക്കറിയാം. ആ മകൻ ആവശ്യപ്പെടാതെയാണ് ഈശോ അവിടേക്ക് കടന്നു ചെല്ലുന്നത്. 38 വർഷം തളർവാദം ബാധിച്ചു. ഈശോ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ കിടന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഇതാ സൗജന്യമായ പാപമോചനം നൽകി, സൗഖ്യം നൽകി. ആ വ്യക്തിയെ മറ്റൊരവസരത്തിൽ കണ്ടപ്പോൾ ഈശോ പറയുന്നുണ്ട്, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്, മേലിൽ പാപം ചെയ്യരുത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോയിലൂടെ വെളിപ്പെടുന്ന കരുണ ഇതാണ്: ശിക്ഷിക്കാൻ മടിക്കുന്നൊരു ദൈവം, ശിക്ഷിക്കാൻ മടിക്കുന്നൊരു ദൈവം, കാരുണ്യത്തിൽ ആനന്ദിക്കുന്ന ദൈവം. മിക്കാ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 18-ാമത്തെ വചനമാണ്. കാരുണ്യത്തിൽ ആനന്ദിക്കുന്ന ദൈവം. കർത്താവിൻ്റെ ആ കരുണ ശാശ്വതമാണ്, അനന്തമാണത്, ഒരിക്കലും അത് അവസാനിക്കില്ല. നമ്മളോട് കരുണ കാണിക്കാൻ ദൈവം എപ്പോഴും തയ്യാറുള്ള ഒരു ദൈവത്തെയാണ് നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കണം. വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ദൈവം നമുക്ക് കുറേ പ്രാർത്ഥനകൾ നൽകേണ്ട, പ്രത്യേകിച്ച് കരുണയുടെ ജപമാല. എത്ര വലിയ കൊടും പാപിയായിക്കോട്ടെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പശ്ചാത്താപത്തോടെ ഈ കരുണയുടെ ജപമാല ചൊല്ലിയാൽ ആ വ്യക്തിയോട് ദൈവം കരുണ കാണിക്കാൻ തയ്യാറാണെന്നാണ് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ വെളിപ്പെടുത്തിയത്. എത്ര കൊടും പാപിയായിക്കോട്ടെ, കരുണയുടെ പ്രാർത്ഥന വളരെ ദിവ്യമായ ഒരു പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ കരുണയ്ക്ക് ലോകം മുഴുവനുള്ള എല്ലാ മക്കളും അർഹരാണ്. ഈ സത്യം തിരിച്ചറിയാൻ ലോകം മുഴുവനുള്ള എല്ലാ മക്കളും എത്ര വലിയ പാപിയായിക്കോട്ടെ, ഏറ്റവും വലിയ പാപികൾക്കാണ് ഏറ്റവും കൂടുതൽ അർഹത എന്നാണ് ഈ കരുണയുടെ പ്രേക്ഷിതയായ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ വെളിപ്പെടുത്തിയത്. എല്ലാവരും ഇതിന് അർഹരാണ്. കാരണം ഒരുവൻ പോലും നശിച്ചു പോകാൻ പിതാവ് ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 14-ാമത്തെ വചനമാണ്: ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരോടും കരുണ കാണിക്കാൻ ദൈവം തയ്യാറാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, 1 തെസ്സലോനിക്ക 5:9 നമ്മൾ വായിക്കുന്നുണ്ട്, അവിടുന്ന് നമ്മോട് കരുണ കാണിക്കുന്ന ദൈവമാണെന്ന്. 1 തെസ്സലോനിക്ക 5:9. നാം ആരും ക്രോധത്തിന് ഇരയാകണമെന്നല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കണമെന്നതാണ് ദൈവത്തിൻ്റെ ആ ഹിതം. സ്നേഹമുള്ളവരെ, നമ്മുടെ പാപങ്ങൾ നമുക്കെതിരെ പരിഗണിക്കാതെ അവിടുത്തെ പുത്രൻ വഴി നമ്മെ ഓരോരുത്തരെയും അവിടത്തോട് അടുപ്പിച്ചത് അവിടുത്തെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയാം. നമ്മളോട് ദൈവം ദീർഘക്ഷമ കാണിക്കാനായിട്ട് തയ്യാറാണ്. പത്രോസ്ലീഹയുടെ 2 പത്രോസ് 3:9 വചനമാണിത്. നമ്മളോട് ദൈവം ദീർഘക്ഷമ കാണിക്കുന്നുണ്ട്. നമ്മൾ അനുതപിക്കണം, തിരിച്ചു വരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ലോകം മുഴുവനുള്ള എല്ലാ മക്കളും കർത്താവിൻ്റെ കരുണയ്ക്ക് അർഹരാണെങ്കിലും കർത്താവിൻ്റെ കരുണ ലഭിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതുണ്ട്. 2 കാര്യങ്ങൾ. ഒന്ന്, സുഭാഷിതങ്ങൾ 28:13 വചനം. സുഭാഷിതങ്ങൾ 28:13. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്: തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാകുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കർത്താവിൻ്റെ കരുണ ലഭിക്കും. കർത്താവിൻ്റെ കരുണ ലഭിക്കണമെങ്കിൽ ഈ തിരുവചന ഭാഗത്ത് 3 കാര്യങ്ങൾ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ഒന്ന്,
തെറ്റുകൾ മറച്ചു വെക്കരുത്. അത് ഏറ്റുപറയണം. വെറുതെ ഏറ്റുപറഞ്ഞാൽ പോരാ. അത് ഉരുകിയ മനസ്സോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ, അനുതാപമുള്ളൊരു ഹൃദയത്തോടെ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നമ്മളത് ആ പാപം ഏറ്റുപറയാനായിട്ട് തയ്യാറാവണം. അതിനു വേണ്ടിയിട്ടാണല്ലോ കുമ്പസാരം എന്ന കൂദാശ സഭ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ കരുണ ഒഴുകുന്ന ഒരിടമാണ് കുമ്പസാരക്കൂട്. ഏറ്റുപറയണം. മൂന്നാമത് പരിത്യജിക്കണം. മറച്ചു വയ്ക്കരുത്. ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം പ്രിയമുള്ളവരെ, ദൈവത്തിന് മുമ്പിൽ എല്ലാം അനാവൃതവും വ്യക്തവുമാണ്. സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ള കണ്ണുകളുള്ള കർത്താവ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വചനമാണ്. സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ള കണ്ണുകളുള്ള കർത്താവ്. അവൻ്റെ മുമ്പിൽ എല്ലാം അനാവൃതവും വ്യക്തവുമാണ്. മറിഞ്ഞിരിക്കുന്നതെല്ലാം വെളിപ്പെടാതിരിക്കുകയില്ല. ലൂക്ക 12:2. ഒന്നും നമുക്ക് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. വിശുദ്ധ പാദ്രിയപ്പയുടെ അടുക്കലെല്ലാം കുമ്പസാരിക്കാൻ പോകുന്നവർ ഏതെങ്കിലും പാപം പറയാൻ മറന്നുപോയാൽ ഈ പാദ്രിയപ്പിയോ പിതാവ് അവരെ ഓർമ്മപ്പെടുത്തും. ആ പാപം, മറന്നുപോയ പാപം അവരെ ഓർമ്മപ്പെടുത്തും. ആരെങ്കിലും പാപം മനഃപൂർവ്വം മറച്ചു വെച്ചാൽ അവരോട് അനുദപിച്ചിട്ട് തിരിച്ചു വന്ന് കുമ്പസാരിക്കാൻ പറയും. ദൈവം എല്ലാം അറിയുന്നു, എല്ലാം കാണുന്നു. ഒന്നും മറച്ചു വയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. അത് ഏറ്റുപറയണം, പരിത്യജിക്കണം. അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ചിട്ടാണ് സ്വർഗം സന്തോഷിക്കുന്നത്. അനുതാപമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവം സന്തോഷിക്കുന്നുവെങ്കിൽ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന നമ്മൾ അനുദപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഫരിസേയനും ചുങ്കക്കാരനും ഇതാ ദേവാലയത്തിലേക്ക് പോകുന്നുണ്ട്. ഫരിസേയൻ തന്നെ നീതീകരിക്കുകയാണ്, ന്യായീകരിക്കുകയാണ്. അവിടെ ദൈവത്തിൻ്റെ കരുണ കിട്ടുന്നില്ല. ചുങ്കക്കാരൻ ഏറ്റുപറയുന്നു, കർത്താവേ, ഞാൻ പാപിയാണ്. ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കാൻ പോലും ഭയപ്പെടുന്നു ചുങ്കക്കാരൻ. കർത്താവേ, ഞാൻ പാപിയാണ്, എന്നോട് കരുണ കാണിക്കണമേ എന്ന് അവിടുന്ന് അപേക്ഷിച്ചപ്പോൾ ഇതാ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട് ആ വ്യക്തി തിരിച്ചു പോകുന്നു. അഗസ്റ്റിനോസ് പുണ്യവാൻ പറയുന്നുണ്ട്, 2 പേർ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഇതാ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട് പാപമോചനം സ്വീകരിച്ച് തിരിച്ചുപോയി. മറ്റാൾ സ്വയം നീതീകരിച്ച് പാപവുമായിട്ട് തിരിച്ചുപോയി. ദൈവം നമ്മളോട് കരുണ കാണിക്കണമെങ്കിൽ നമ്മൾ ഒരു പാപം പോലും മറച്ചു വയ്ക്കരുത്. അത് നമ്മൾ ഏറ്റുപറയാനായിട്ട് തയ്യാറാകണം. അതിന് സഭ നമുക്കൊരുക്കി തരുന്ന ഒരു കൂദാശയാണ് കുമ്പസാരം. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും എല്ലാം ഒഴുകുന്ന 2 പ്രധാനപ്പെട്ട കൂദാശകളാണ്. ഒന്ന് വിശുദ്ധ കുർബാന, 2 കുമ്പസാരം. ഈ കരുണ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട്, നമ്മൾ തെറ്റുകളൊന്നും മറച്ചു വയ്ക്കരുത്. സുഭാഷിതങ്ങൾ 28:13. തെറ്റുകളൊന്നും മറച്ചു വയ്ക്കരുത്. നമ്മളത് ഏറ്റുപറയാൻ തയ്യാറാവണം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, പരിത്യജിക്കാനും നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് കർത്താവിൻ്റെ കരുണ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ലോകം മുഴുവനുള്ള എല്ലാ മക്കളും കർത്താവിൻ്റെ കരുണയ്ക്ക് അർഹരാണെങ്കിൽ കൂടി കർത്താവിൻ്റെ കരുണ സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ പാപങ്ങളെല്ലാം അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് പാപം പരിത്യജിക്കാൻ തയ്യാറാകണം. അഗസ്റ്റിനോസ് പുണ്യവാനെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. അനുതാപത്തോടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞപ്പോൾ മഹാകരുണയോടെ ഈശോ തന്നോട് അടുപ്പിച്ചു. തൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കാൻ തയ്യാറായി. ഹെബ്രായ ലേഖനം 8-ാമത്തെ അധ്യായം 12-ാമത്തെ വചനമാണ്. ഹെബ്രായർ 8:12. അവിടുന്ന് നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. അവരുടെ അനീതികളുടെ നേർക്ക് ഞാൻ കരുണ ഉള്ള ദൈവമായിരിക്കും. അതാണ് നമ്മൾ വായിക്കുന്നത്. അവരുടെ പാപങ്ങൾ ഞാൻ ഓർക്കുക പോലുമില്ല. ഹെബ്രായർ 8:12 വചനം ഇതാണ്, അവരുടെ അനീതികളുടെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും, അവരുടെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. സ്നേഹമുള്ളവരെ, ഇതാ നമ്മൾ നമ്മുടെ യഥാർത്ഥ അവസ്ഥ ഒന്നും മറച്ചു വയ്ക്കാതെ ദൈവത്തിന് മുമ്പാകെ നമ്മളത് ഏറ്റുപറയാൻ തയ്യാറാകണമെങ്കിൽ ദൈവം നമ്മളെ 2 കൈയോടെ സ്വീകരിക്കാൻ, വാരിപ്പുണരാൻ, നമുക്ക് കഴിഞ്ഞ കാലത്ത് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം ദൈവം തിരിച്ചു തരാനായിട്ട് തയ്യാറാണ്. മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുന്ന ഒരു അത്തിവൃക്ഷത്തിൻ്റെ ഉപമ കർത്താവ് പറയുന്നുണ്ട്. 3 വർഷം ഫലം അന്വേഷിച്ച് വന്നു. 3 വർഷം ഫലം അന്വേഷിച്ച് വന്നു. ഒരു അത്തിവൃക്ഷത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് 3 വർഷമാണ്. 3 വർഷം കഴിഞ്ഞാൽ അത് ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങും. അപ്പം 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഫലം അന്വേഷിച്ച് യജമാനൻ വരുന്നത്. ഫലം കാണാതായപ്പോൾ കൃഷിക്കാരൻ ഓർഡർ കൊടുക്കുകയാണ്, വെട്ടിക്കളയുക. കൃഷിക്കാരൻ
കെഞ്ചി അപേക്ഷിച്ചു. കെഞ്ചി പറഞ്ഞു, 1 വർഷം കൂടി നിൽക്കട്ടെ എന്ന്, 1 വർഷം കൂടി നിൽക്കട്ടെ എന്ന്. ഇതാ യഥാകാലം ഫലം നൽകാതിരുന്നിട്ടും വീണ്ടും 1 വർഷം കൂടി നീട്ടിക്കൊടുത്തത് അത് യജമാനൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് ഓരോ വർഷവും ദൈവം ആയുസ്സ് നീട്ടിത്തരുന്നുണ്ട്. അത് ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണയാണത്. നമ്മൾ ഇതിന് അർഹരല്ല. അത് ഈ ദൈവത്തിൻ്റെ മഹാകരുണയാണത്. ഈ ഓരോ വർഷം ദൈവം ആയുസ്സ് നീട്ടിത്തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഫലം പുറപ്പെടുവിച്ചേക്കുമെന്ന് ദൈവം വിശ്വസിക്കുന്നു. നമ്മളെ കണ്ണടിച്ച് ദൈവം വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ആയുസ്സ് കർത്താവ് നീട്ടിത്തരുന്നത്. അത് നമ്മൾ പ്രയോജനപ്പെടുത്താൻ നമ്മൾ തയ്യാറാകുക. ഇനി കർത്താവിൻ്റെ കരുണ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പോൾ നമുക്ക് കരുണ ലഭിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ നമ്മൾ തയ്യാറാകണം. മറ്റുള്ളവരോട് കരുണ കാണിക്കാത്തവർക്ക് എന്നിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കേണ്ടെന്നാണ് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്തത്. മറ്റുള്ളവരോട് നമ്മൾ കരുണ കാണിക്കണം, എന്നാലേ നമ്മൾ കർത്താവിൻ്റെ കരുണയ്ക്ക് അർഹരാകുകയുള്ളൂ. മറ്റുള്ളവരോട് കരുണ കാണിക്കാത്തവരുടെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാകുമെന്ന് യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിർദ്ദയനായ ആ ഭൃത്യൻ്റെ ഉപമ, പ്രിയമുള്ളവരെ, നിർദ്ദയനായ ഭൃത്യൻ്റെ ഉപമ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സേവകന് ദൈവം 10,000 താലന്താണ് ഇളച്ചു കൊടുത്തത്. ആദ്യം പിടിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കാൻ പറഞ്ഞു. അവനെ, അവൻ്റെ ഭാര്യ, മക്കളെ എല്ലാം അത് കടം വിട്ടുവോളം കാരാഗൃഹത്തിൽ അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അവൻ കരഞ്ഞപേക്ഷിച്ചതുകൊണ്ട് കരുണ കാണിച്ചു. ദൈവം കരുണ കാണിച്ചു. 10,000 താലന്താണ് ഇളച്ചു കൊടുത്തത്. എന്നാൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തനിക്ക് 100 ദനാറ തരാനുണ്ടായിരുന്ന ഒരു വ്യക്തിയോട് നിർദ്ദയം പെരുമാറി. നിർദ്ദയം. കഴുത്ത് പിടിച്ച് ഞെരിച്ച് ഇതാ കാരാഗൃഹത്തിലേക്ക്, ആ കടം വീട്ടുവോളം കാരാഗൃഹത്തിലേക്ക് ആ വ്യക്തിയെ അടച്ചു. ഇതറിഞ്ഞപ്പോൾ പിതാവിന് വലിയ വിഷമം തോന്നി. വലിയ വിഷമം, ആ യജമാന് വലിയ വിഷമം തോന്നി. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ദുഷ്ടനായ ഭൃത്യ, നീ എന്നോട് കരഞ്ഞപേക്ഷിച്ചതുകൊണ്ട് നിന്നോട് ഞാൻ കരുണ കാണിച്ചു. നീ സഹസേവനോട്, നീ നിന്റെ സഹോദരനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? അതുകൊണ്ട് ആ വ്യക്തി ഇതാ കാരാഗൃഹത്തിലേക്ക് അടയ്ക്കുന്നു. കടം വീട്ടുവോളം കാരാഗൃഹത്തിലേക്ക് അടയ്ക്കുന്നു. അവിടെ കിടക്കാൻ ആവശ്യപ്പെടുകയാണ്. ദൈവം എത്രമാത്രം കരുണ നമ്മളോട് കാണിച്ചിട്ടുണ്ട്, എത്രമാത്രം കരുണ നമ്മളോട് കാണിച്ചിട്ടുണ്ട്. എത്രയോ വലിയ താലന്ത്, എത്രയോ വലിയ തുകയാണ് നമുക്ക് അടച്ചു കെട്ടിയിട്ടുള്ളത്. നമ്മുടെ സഹവാസികളോട്, നമ്മുടെ ജീവിത പങ്കാളിയോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, അയൽവാസികളോട് നമുക്ക് കാണിക്കേണ്ടത് വെറും 100 ദനാറ. അവർ കിളച്ചു കൊടുക്കേണ്ടത് വെറും 100 ദനാറ മാത്രം. അത്രയ്ക്ക് ഉന്നതമാണ് കർത്താവിൻ്റെ കരുണ. അതുകൊണ്ടാണ് വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നുണ്ടല്ലോ, കർത്താവിൻ്റെ കരുണയും സ്നേഹവും ഉന്നതമാണ്, പർവ്വതങ്ങളോളം ഉയർന്നു നിൽക്കുന്നു. ഭൂമിയിൽ മനുഷ്യൻ്റെ പാപം അതിൻ്റെ ചുവട്ടിലെ ഒരു തരി മണൽ മാത്രമാണെന്ന്. അതുപോലെ ഈ കരുണയെക്കുറിച്ച് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന മറ്റൊരു ഉപമയാണ് നല്ല സമരിയാക്കാരൻ്റെ ഉപമ. 3 പേരെ കാണുന്നുണ്ട്. പുരോഹിതനും കടന്നു പോകുന്നു, ലേവ്യാനും കടന്നു പോകുന്നു. അവരെ ശേഷം കരുണ കാണിക്കുന്നില്ല. ഒരു പുരോഹിതൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ദൈവത്തിന് ദൈവജനത്തിന് ഇടയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ദൈവത്തിൻ്റെ കരുണ മക്കൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട വ്യക്തിയാണ്. ആ പുരോഹിതൻ മനസ്സിൽ സ്നേഹമോ ഹൃദയത്തിൽ കാരുണ്യമില്ലാത്ത ഒരു പുരോഹിതൻ കടന്നു പോകുന്നു. ലേവ്യാനോ ദേവാലയ ശുശ്രൂഷയാണ്. 2 പേരും കരുണ കാണിക്കുന്നില്ല. എന്നാൽ സമരിയാക്കാരൻ ആ വ്യക്തിയാണ് ആ മുറിവേറ്റ് കിടന്ന വ്യക്തിയോട് കരുണ കാണിച്ചത്. ശുശ്രൂഷിച്ചു, കഴുതയുടെ പുറത്ത് കയറ്റി സത്രത്തിലെത്തിച്ച് തുടർന്നുള്ള ചികിത്സയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. പ്രിയമുള്ളവരെ, മറ്റുള്ളവരോട് നമ്മൾ കരുണ കാണിക്കാൻ തയ്യാറാകണം. ആ നല്ല സമരിയക്കാരൻ്റെ ആ ജീവിത മാതൃക നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാനാണ് അവിടെ ആവശ്യപ്പെടുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുക. കാരുണ്യത്തിൻ്റെ പ്രവർത്തികൾ നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. നമുക്കറിയാം, കാറ്റഗിസം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചിട്ട്. അവിടെ ആ കാരുണ്യ പ്രവർത്തികളെക്കുറിച്ച്. കാരുണ്യ പ്രവർത്തികൾ 14 7 ശാരീരികം, 7 ആത്മീയം. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നത്, ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കുന്നത്, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുന്നത്, പാർപ്പിടമില്ലാത്തവന് പാർപ്പിടം കൊടുക്കുന്നത്,
മരിച്ചവരെ അടക്കുന്നത്, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നത്, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ കാരുണ്യത്തിൻ്റെ പ്രവർത്തികൾ നമ്മൾ ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തത്, ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്യാതെ പോയത്. അപ്പോൾ ഈ സത്യം നമ്മൾ മനസ്സിലാക്കുക. കർത്താവിൻ്റെ കരുണ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ തയ്യാറാവണം. ദൈവം നമുക്ക് ഇളച്ചു തന്നിട്ടുള്ളത് 10,000 താലന്താണ്. നമ്മൾ മറ്റുള്ളവർക്ക് ഇളച്ചു കൊടുക്കേണ്ടത് വെറും 100 ദനാറയാണെന്ന സത്യം നമ്മൾ തിരിച്ചറിയാം. ഒരിക്കലും നമ്മൾ നിരാശയിലോ ദുഃഖത്തിലോ പാപഭാരവുമായിട്ട് ഒരിക്കലും കഴിയല്ലേ. ദൈവത്തിൻ്റെ കരുണ അറിയാത്തതുകൊണ്ട് ദൈവം കാരുണ്യത്തിൽ ആനന്ദിക്കുന്ന ദൈവത്തിൻ്റെ കരുണ അനന്തമാണ്. ഈ സത്യം നമ്മൾ തിരിച്ചറിയുക, ദൈവത്തെങ്കിലേക്ക് നമ്മൾ തിരിച്ചു വരിക, ചെയ്തുപോയ തെറ്റുകളെ ഓർത്ത് അനുദപിക്കുക, ഏറ്റുപറയുക, ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടുവാൻ തയ്യാറാകുക. വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് കാരുണ്യ പ്രവർത്തികൾ. ദൈവത്തിൻ്റെ കരുണ നമുക്ക് കിട്ടണമെങ്കിൽ 2 കാര്യങ്ങൾ. 1, ഞാൻ അനുതാപത്തോടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടണം. 2, ഞാൻ കരുണയുടെ പ്രവർത്തികൾ ചെയ്യാനായിട്ട് തയ്യാറാകണം. അതിന് ദൈവം, സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയമുള്ള ദൈവമക്കളെ, ജീവിച്ചിരിക്കുന്നവരോട് മാത്രമല്ലട്ടോ, മരിച്ചവരോടും കർത്താവ് കരുണ കാണിക്കുന്ന ദൈവമാണ്. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ അവർക്കും ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കാൻ സാധിക്കും. റൂത്തിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 20-ാമത്തെ വചനമാണ്. റൂത്ത് 2:20. അവിടുന്ന് ജീവിക്കുന്നവരോടും മരിച്ചവരോടും കരുണ കാണിക്കുന്ന ദൈവമാണ്. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതൊരു പരസ്നേഹ പ്രവൃത്തിയാണ്. അതും ഒരു കരുണയുടെ പ്രവൃത്തിയായിട്ട് നമുക്ക് കണക്കാക്കാം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കരുണ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കെല്ലാം ലഭിക്കാനിടയാകുന്നു. ഇതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അതിന് അനുഗ്രഹിക്കട്ടെ. ആ വലിയ ബോധ്യങ്ങളിലേക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെയും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.